പ്രേമാമൃതാനന്ദമയേ നിത്യം നമോ നമഃ. ഓം പ്രേമാമൃതാനന്ദമയേ നിത്യം നമോ നമഃ. ഓം പ്രേമാമൃതാനന്ദമയേ നിത്യം നമോ നമഃ. ഓം അമൃതേശ്വരിയേ നമഃ. അമ്പൂറ്റിയമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ എൻ്റെ സഹസ്രോടി പ്രണാമങ്ങൾ. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരങ്ങൾ. ഈ സത്സംഗം പറയാൻ അവസരം തന്ന സ്വാമിജിക്കും സംഘാടകർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ വിഷയം നിത്യജീവിതത്തിലെ ഭഗവത്ഗീതയുടെ പ്രാധാന്യമാണ്. ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ തുടങ്ങാം. അമ്പൂച്ചിമ്മ പറയാറില്ലേ, നാം എല്ലാം ഒറ്റപ്പെട്ട ദ്വീപുകളല്ല, മറിച്ച് ബന്ധിക്കപ്പെട്ട ഒരു ശൃംഖലയുടെ കണ്ണികളാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന അനുഭവം അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മറ്റേത് വഴിയിലും പരിചിതമായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ചൊവ്വാഴ്ച പ്രസാദ ദിവസങ്ങളിലും പിന്നെ വൈകുന്നേരത്തിലെ ഭജനയ്ക്ക് ഇടക്കുമൊക്കെ ഞങ്ങൾ കുഞ്ഞുമക്കൾക്ക് ഗീതാവ്യാഖ്യാനങ്ങളും സംസ്കൃത കഥകളും ഒക്കെ പറയാൻ അവസരം അമ്പൂച്ചിയമ്മയുടെ കൃപയാൽ കിട്ടാറുണ്ട്. ഒരു ദിവസം അപ്രത്യക്ഷമായി ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു, നല്ലപോലെ സത്സംഗം പറഞ്ഞിരുന്നു, സന്തോഷമായി മോൻ പറയുന്നത് കേട്ടപ്പോൾ എന്ന്. കണ്ട മാത്രം പരിചയമുള്ള ആ വ്യക്തിയോട് ഞാൻ നന്ദിയോടെ നമശിവായ പറഞ്ഞ് പിരിഞ്ഞു. പിന്നെ മറ്റൊരവസരത്തിൽ എന്നെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് എന്നോട് വന്ന് പറഞ്ഞു, കവിത നല്ലതായിരുന്നു, കഥ ഉചിതമായിരുന്നു എന്ന്. അങ്ങനെ ഇതൊരു പതിവായി. ഒരു ദിവസം എൻ്റെ അനുസരണക്കേട് കാരണം എൻ്റെ അമ്മ എന്നെ ശകാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അമ്മയോട് വരെ സംസാരിച്ചു. എനിക്ക് സന്തോഷമായി. എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടല്ലോ, ആശ്വാസമായി. പിന്നെ ആ വ്യക്തിയെ ഞാൻ എൻ്റെ രസികർ സംഘത്തിലെ ഫാൻ ബേസിൽ അധ്യക്ഷനായി ഇരുത്തി മനസ്സിൽ. ഒരവസരത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ശക്തി, അമ്പൂറ്റിയമ്മ പറയാറില്ലേ, ഒന്നും സ്ഥിരമല്ല. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവും, ഇന്നത്തെ ശത്രു നാളത്തെ മിത്രവും ആയേക്കാം, ആർക്കറിയാം. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ മാറാൻ നിമിഷ നേരം മാത്രം മതി എന്നൊക്കെ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ വെറുതെ വിട്ടുകൊടുത്തില്ല. എനിക്കറിയുന്ന എല്ലാ ഗീതാ ശ്ലോകങ്ങളും എടുത്ത് തിരിച്ച് തർക്കിച്ചു. ഞാൻ പറഞ്ഞു, ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിൽ 62-ാം ശ്ലോകത്തിൽ പറയുന്നു, ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമാ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹാത് സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവാൻ പറയുന്നു, മനുഷ്യന് ഒരാഗ്രഹം വരുമ്പോൾ അത് വേണമെന്ന് തോന്നും, അതില്ലാതെ എനിക്ക് ജീവനില്ല എന്ന് തോന്നും. പിന്നെ ആ ആഗ്രഹം, ആ കാമം സഫലീകരിച്ചില്ലെങ്കിൽ ദേഷ്യം വരും, ക്രോധം വരും. പിന്നെ പതുക്കെ ക്രോധം മോഹമാവും. പിന്നെ മോഹം ബുദ്ധിനാശത്തിലേക്ക് വഴി കാണിച്ചു തരും. അങ്ങനെ ഒരു കാമം ബുദ്ധിനാശം വരെ കൊണ്ടുവിടും നമ്മെ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, ഈ കാമങ്ങളിൽ നീ വിട്ടുകൊടുക്കരുത്. ഭഗവത്ഗീത ശ്ലോകം പഠിച്ച് വ്യാഖ്യാനിച്ചാൽ അറിവുണ്ട് എന്ന് പറയാം. പക്ഷേ
ഇതേ അറിവ്, ഇതേ വ്യാഖ്യാനം നമ്മുടെ സ്വജീവിതത്തിലും പിന്നെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി പ്രയോഗിച്ചാൽ മാത്രമേ വിവേകമുണ്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ പുകഴ്ത്തുകളിലുമൊക്കെ ഈ പുകഴ്ത്തുകൾ എന്നെ ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ദോഷമുണ്ടാകുകയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് വാദിച്ചു. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. എന്നെ ഒരിക്കലും മുടങ്ങാതെ പുകഴ്ത്തിച്ചിരുന്ന എൻ്റെ രസികൻ എന്നോട് ഒന്നും പറയാതെയായി. എനിക്ക് ഇച്ചിരി നിരാശയായി ആദ്യം. അത് കഴിഞ്ഞ് എന്നെ അന്വേഷിച്ച് പുകഴ്ത്തി വന്ന ആ രസികനെ അന്വേഷിക്കലായിരുന്നു എൻ്റെ പണി. ഞാൻ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാം. എന്ത്? ഞാൻ ആ വ്യക്തിയെ മുമ്പിൽ പോയി നേരിട്ട് കണ്ട് നമശിവായ പറഞ്ഞു. എന്നെ കണ്ട ഭാവം പോലും കാണിക്കാതെ, എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് എൻ്റെ മുമ്പിൽ പോയി നടന്നുപോയി. ഒരിക്കലും ബാധിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ ദേഷ്യവും ദുഃഖവും നിരാശയും എല്ലാം കൂടി നിറഞ്ഞു. അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് ശരിയായത് എന്ന് എനിക്ക് മനസ്സിലായത്. എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിച്ച ഈ നല്ല വാക്കുകൾ ആശ്രമത്തിൻ്റെ അടുത്തുള്ള സമുദ്രത്തിൽ അഗാധതയിൽ മുങ്ങിപ്പോയി. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഗീതാ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ശ്ലോകം ഭഗവാൻ അർജുനനോടല്ല എന്നോട് തന്നെ നേരിട്ട് പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചു. 5-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ലേഹി സംസ്പർശതാ ഭോഗാ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്തേയ നതേഷു രമതേ ബുധഃ. ഭഗവാൻ പറയുന്നു, അല്ലയോ കൗന്ദയ, കുന്തിപുത്ര, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും നിറഞ്ഞു വരുന്ന സുഖം ദുഃഖത്തിനും ഹേതുക്കളാണ്. കാരണം അവയ്ക്ക് ഒരു തുടക്കവുമുണ്ട്, അവസാനവുമുണ്ട്. അതിനാൽ വിവേകികൾ, ജ്ഞാനികൾ അവയിൽ സന്തോഷിക്കാറില്ല. എനിക്ക് കാര്യം വളരെ വേഗം വ്യക്തമായി. ഗീതാ ശ്ലോകം പഠിച്ച് വ്യാഖ്യാനിച്ചാൽ മാത്രം പോരാ, അവ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കണം, അവ മനനം ചെയ്ത് പ്രയോഗിക്കണം. അപ്പോഴാണ് ഒരു വിവേകിയാവുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി ഏറ്റവും ഉയർന്ന തലത്തിലെത്തുമ്പോൾ അത് ആത്മീയമാവുമ്പോഴാണ് എത്തുന്നത്. സ്വാമി വിവേകാനന്ദൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭാരത മണ്ണിൽ ജനിച്ചവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കടമ ആത്മീയമായി വളരുക എന്നാണ്. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന്. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മീയമായ തിരിച്ചറിവിലേക്കുള്ള യാത്രയ്ക്ക് നിത്യമായ മാർഗദർശി ഭഗവത്ഗീത മാത്രമാണ്. ഭഗവാൻ അർജുനനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അപി ചേതസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവജ്ഞാനപ്ലവേനൈവ രജന സന്തരിഷ്യസി. അതായത്, അല്ലയോ പാർത്ഥ, പാപികളിൽ ഏറ്റവും പാപിയായ മനുഷ്യന് ആത്മജ്ഞാനമായ വള്ളത്തിൽ കയറി, തോണിയിൽ കയറി ഭൗതിക സാഗരമായ ഈ ഭവസാഗരത്തെ കടക്കാൻ സാധിക്കും. ഇത് ഭഗവാന്റെ ഉറപ്പാണ്, എൻ്റെ ഉറപ്പാണ്. അർജുനൻ ദേവാദിദേവനായ മഹാദേവനോട് പോലെ യുദ്ധം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടിയവനാണ്. വേറൊരു കാര്യം മറക്കരുത്, സ്വർഗത്തിൽ പോയി ബ്രഹ്മാസ്ത്രത്തിന് വേണ്ടി സ്വർഗത്തിൽ പോയി ദേവന്മാരെ ജയിച്ചവനാണ് അർജുനൻ. ഇത്രയും വീരനായ അർജുനൻ, നാം വിചാരിക്കും ഇത്രയും വീരനായ അർജുനൻ കുരുക്ഷേത്രത്തിൽ എങ്ങനെയാണ് തളർന്ന് നിസ്സഹായനായി ഭയപ്പെടി ഭഗവാനോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു,
അല്ലയോ ഭഗവാനെ, ബന്ധുക്കളെ വേദനിപ്പിച്ച് ജയിക്കുന്നതിൽ സന്തോഷം എന്താ ഉള്ളത്? നാം ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പം നമ്മുടെ മനസ്സ് നമ്മെ അലട്ടുകയില്ലേന്ന്. എത്രയോ വർഷത്തെ വേദന, ദുഃഖം, കൗരവന്മാരുടെ അധർമ്മം ഇത്രയും സഹിച്ച അർജുനന് ഒരു നിമിഷം ബന്ധത്തിൻ്റെ ഭ്രമം കാരണം അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം പോലെ താഴെ വീണുപോയി. അപ്പോൾ ഭഗവാൻ പറയുന്നു, അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവാൻ. അതായത് അഭ്യാസം, അല്ലയോ അർജുന, മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. പക്ഷേ നിരാശപ്പെടണ്ട. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് നിനക്ക് നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഏറ്റവും ശക്തിയുള്ള ആയുധം ഇരിക്കുമ്പോൾ ശത്രുവിനെ എന്തിനാണ് നാം പേടിക്കുന്നത്? എന്താണ് വൈരാഗ്യവും അഭ്യാസവും? അഭ്യാസം പ്രാക്ടീസ്, വൈരാഗ്യം ഡിറ്റാച്ച്മെൻറ്റ്. ഇവ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ജയിക്കാൻ പറ്റും. ഈ രണ്ട് ആയുധം കൊണ്ട് ജീവിതത്തിൽ ശരിയായ ദിശയിൽ നടന്നു പോയാൽ നമുക്ക് മോക്ഷം ലഭിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, ഏറ്റവും പാടായ കാര്യങ്ങളിൽ ഏറ്റവും പാടായ കാര്യം നമുക്ക് അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് നമുക്ക് ആ പാടായ കാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നാം എല്ലാവർക്കും ഈ ജ്ഞാനവും അഭ്യാസവും കൊണ്ട് നേരായ ദിശയിൽ, ധർമ്മത്തിൻ്റെ ദിശയിൽ നടന്നു പോകാൻ സാധിക്കും എന്ന്. അല്ലാതെ അധർമ്മത്തിൻ്റെ ദിശയിൽ വീണു പോകരുത്. കാമത്തിൻ്റെ, ലോഭത്തിൻ്റെ ഈ ദിശയിൽ നാം വീണു പോകരുത് എന്ന്. ഒരിക്കൽ കൂടി ഈ സത്സംഗം പറയാൻ അവസരം തന്ന സ്വാമിജിക്കും സംഘാടകർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഈ വാക്കുകൾ അമ്പൂറ്റിയമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം അമൃതേശ്വരേ നമഃ.